ഒരു കുടുംബം വളരെയധികം സന്തോഷമായിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് കാണുന്ന വേറൊരു സ്ത്രീക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പകരം അവരെന്താ ചെയ്തെന്നറിയാമോ? മന്ത്രവാദമാണ് ചെയ്തത്. ആ മന്ത്രവാദം ചെയ്ത് ആ കുടുംബത്തിനെ തകർക്കാനായിട്ട് നോക്കി, അതിലുള്ള ആ ഹസ്ബൻഡിനെ തട്ടിയെടുക്കാനായിട്ട് നോക്കി. പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുള്ളത്? ഇവർ ചെയ്ത മന്ത്രവാദങ്ങളെല്ലാം വിജയിച്ചു കാണുമോ, അതോ ഈ മന്ത്രവാദം ഇവർക്കെതിരെ തിരിഞ്ഞു കാണുമോ? ഈ മന്ത്രവാദത്തിന് പോരാടാനായിട്ട് നമ്മുടെ ഫാമിലി എന്തൊക്കെ ചെയ്ത് കാണും? അതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ ദ കഴ്സ്ഡ് എന്ന് പറയുന്ന മൂവിയാണ്. എന്നാ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ? അതിനു മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. ഹൈപ്പ് ചെയ്താൽ അത്ര ഉപകാരം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു വീടാണ് കാണിക്കുന്നത്. ആ വീട്ടിന്റെ അകത്ത് ഒരു ചേച്ചിയും അനിയനും ഇരിപ്പുണ്ട്. ഈ കുട്ടിയാണ് നമ്മുടെ കഥയുടെ ഹീറോയിൻ. പേര് നമുക്ക് വിത എന്ന് പറയാം. അവളുടെ അനിയനാണ് തൊട്ടടുത്തിരുന്ന് TV കാണുന്നത്. അവനെ വഴക്ക് പറയും കുറെ നേരം TV കാണുന്നത് കൊണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേൾക്കും. രണ്ടുപേരും കൂടെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പുറത്തോട്ടിറങ്ങി ചെല്ലുകയാണ്. കാരണം ഇവരുടെ അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുറെ നാൾ ഒരു സ്ഥലത്ത് നിന്ന് പണിയെടുത്തിട്ട് ഇപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നേക്കാണ് ഇവരെ കാണാനായിട്ട്. അതിന്റെ എക്സൈറ്റ്മെന്റിൽ രണ്ടുപേരും കൂടെ ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കും. അച്ഛനെ വിളിച്ച് അകത്ത് കയറിപ്പോവും. ഇതേ നേരം ഇവരുടെ അമ്മയെ കാണിക്കുകയാണെങ്കിൽ അമ്മ ഒരു സലൂൺ നടത്തുന്നുണ്ട്. അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള സലൂണാണ്. എല്ലാരും ഈ കടയിൽ വന്നിട്ടാണ് മുടി വെട്ടാറുള്ളത്. അമ്മയുടെ കടയാണെങ്കിൽ നിറച്ച ആൾക്കാരും ഉണ്ട്. ഇനിയും കുറച്ച് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ടൊരു പെൺകുട്ടി വരും. കുട്ടി മുടിയുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് മുടി വെട്ടാനുണ്ട്. അത് വെട്ടിക്കൊടുക്കുമെന്നാണ് ചോദിക്കുന്നത്. ഇത്രയും ആൾക്കാരുണ്ടായിട്ടും അമ്മ അത് ഏൽക്കും. ഞാൻ വെട്ടിക്കൊടുക്കാം, കുഴപ്പമില്ല, അവിടെ ഇരുന്നോളാം പറഞ്ഞിട്ട്. ഇതേ നേരം അച്ഛനും മോളും അടുക്കളയിൽ നിന്നിട്ട് പണിയെടുക്കുകയാണ്. അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തോ ഒരു മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അത് മോൾക്ക് പറഞ്ഞു കൊടുക്കും. അച്ഛന് ഇഷ്ടപ്പെട്ടതാന്ന് പറയുമ്പോൾ മോള് പറയും, ഞാൻ വളർന്ന് വലുതായതിനു ശേഷം അച്ഛന് എന്നും ഈ മീൻകറി വെച്ച് തരാമെന്ന്. അങ്ങനെ മോള് അച്ഛന് പ്രോമിസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക രീതിയിലാണ് പ്രോമിസ് കൊടുക്കുന്നത്. രണ്ടുപേരുടെ ചൂണ്ടുവിരൽ തമ്മിൽ മുട്ടിക്കും. അങ്ങനെയാണ് പ്രോമിസ് കൊടുക്കുന്നത്. രാത്രിയാവുന്ന സമയത്ത് ഇവർ ഫുഡൊക്കെ വേവിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട്. എന്നാലും മോൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നമ്മുടെ വീതയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അമ്മ എന്നും വൈകിയാണ് വരുന്നത്. അതുകൊണ്ട് അമ്മയോടുള്ള സ്നേഹം കുട്ടിക്ക് കുറഞ്ഞു വന്നേക്കാണ്. അവള് കഴിക്കട്ടോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാൻ പറയും. ആ സമയം അമ്മ അങ്ങോട്ട് കയറി വരും. അമ്മ വരുമ്പോൾ വീത്തയ്ക്ക് വലിയ ബഹുമാനമൊന്നുമില്ല, അതായത് വലിയ മൈൻഡൊന്നുമില്ല. കാരണം അമ്മ എന്നും വൈകിട്ടാണ് വരുന്നത്. വീത്ത എന്നും ആഗ്രഹിക്കും അമ്മ നേരത്തെ വന്ന് കുടുംബം നോക്കിയിരുന്നെങ്കിലെന്ന്, എവരോട് നല്ല രീതിയിൽ പെരുമാറി സ്നേഹം കൊടുത്തിരുന്നെങ്കിലെന്ന്. എന്നാൽ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് കൊണ്ട് തന്നെ അതിനൊന്നും സമയം കിട്ടാറില്ല. അന്ന് രാത്രി അച്ഛനും അമ്മയും കൂടെ റൂമിലാണ്. അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് വിഷമമുണ്ട്. അച്ഛൻ വന്ന് സമാധാനപ്പെടുത്തും. കാരണം കുട്ടികളൊക്കെ അമ്മേന് വലിയ ബഹുമാനമൊന്നും കൊടുക്കുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, അമ്മ കൃത്യസമയത്ത് വീട്ടിൽ വരുന്നില്ല, ജോലി എന്ന് പറഞ്ഞ് നടക്കാണ്. അതുകൊണ്ടാണ്. അച്ഛൻ വന്ന് സമാധാനിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ചു നേരം സ്നേഹിച്ചാലോ എന്ന് ചോദിക്കും. എന്നാൽ അമ്മയ്ക്ക് നല്ല ക്ഷീണമായതുകൊണ്ട് തന്നെ ഇന്ന് വേണ്ടെന്ന് പറയും. പക്ഷെ അച്ഛൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അയാൾക്ക് ഭാര്യയെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അന്നത്തെ രാത്രി അവർ കിടന്നുറങ്ങാണ്. പിറ്റേ ദിവസം അമ്മ രാവിലെ തന്നെ ജോലിക്ക് പോയി. അച്ഛനാണ് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. വീത്തയ്ക്ക് ഇപ്പോഴും ഭയങ്കര ദേഷ്യമാണ് അമ്മയോട്. അമ്മ രാവിലെ തന്നെ പോയില്ലേ, അച്ഛനാണ് വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നത്. പിന്നെ വീത്തയുടെ അനിയനാണെങ്കിൽ ഇന്ന് ഫുട്ബോൾ മാച്ച് ഉണ്ട്. അവൻ ഫുട്ബോളൊക്കെ കളിക്കുന്ന പയ്യനാണ്. ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഫുട്ബോൾ കളിക്കാനായിട്ട്. ആ പയ്യനെയും കൊണ്ട് ഗ്രൗണ്ടിൽ പോകാനായിട്ട് അച്ഛൻ വീത്തയോട് പറയും. എന്നാൽ വീത്തയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അച്ഛൻ പറഞ്ഞതുകൊണ്ട് തന്നെ അനിയനുമായിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഈ നേരം അമ്മേന്റെ കടയിൽ അമ്മ പണിയെടുക്കുകയാണ്. അമ്മേനെ കാണാനായിട്ട് അയൽക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഒരു അയൽക്കാരി ലേഡി മുടി റെഡിയാക്കാനായിട്ടാണ് വന്നേക്കുന്നത്. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡും ഉണ്ട്. അങ്ങനെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ റെഡിയാക്കാണ്. അവരെല്ലാരും പറയുന്നുണ്ട് അമ്മയുടെ ഹസ്ബൻഡ് ഒരുപാട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹസ്ബൻഡ് ആണെന്ന്. അല്ലെങ്കിൽ ആരാണ് അമ്മേനെ എപ്പോഴും ഇങ്ങനെ ജോലിക്ക് പോകാനായിട്ട് നിർബന്ധിക്കുക? ഇന്ന് ഞായറാഴ്ച ആയിട്ട് പോലും നിർബന്ധിച്ചേക്കാണ് ജോലിക്ക് പോകാനായിട്ട്. വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട, ജോലിക്ക് പോയി സമാധാനം കണ്ടെത്തിക്കോളാൻ. ഈ നേരം വീത്ത പയ്യനെയും കൊണ്ട് ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. പയ്യൻ കളിക്കുന്നതിന്റെ ഇടയിൽ ചെറുതായിട്ട് വീഴുന്നുണ്ട്. അവനെ വിളിച്ചെണീപ്പിച്ച് റെഡിയാക്കിയിട്ട് അവനെ കളിക്കാനായിട്ട് വീണ്ടും പറഞ്ഞുവിടും. ആ സമയം അവൾക്ക് വയറുവേദന എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനിയനോട് ഞാൻ വീട്ടിൽ പോവാണ്, കുറച്ച് കഴിയുമ്പോൾ ഞാൻ വരാം, എങ്ങോട്ട് പോകാൻ പാടില്ല, ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അവൾ വീട്ടിലോട്ട് തിരിച്ചു പോകും. അവൾക്ക് പീരീഡ്സ് ആയതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം വയറുവേദന വന്നത്. അവൾ വീട്ടിൽ വരുമ്പോൾ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ആരൊക്കെയോ മൂളുന്നത് പോലൊരു ശബ്ദം. അവൾ പതിയെ ആ ശബ്ദം ഫോളോ ചെയ്ത് ചെല്ലുമ്പോൾ അച്ഛന്റെ റൂമിൽ നിന്നാണ് കേൾക്കുന്നത്. അച്ഛാന്ന് വിളിച്ച് പതിയെ ഡോറ് തുറന്നു നോക്കുമ്പോൾ അച്ഛനും വേറൊരു സ്ത്രീയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛനൊരു അവിഹിതമുണ്ട്. അമ്മയെ ഇയാള് ചീറ്റ് ചെയ്യാണ്. ഇത് കാണുന്ന അവൾ ആകെ സ്തംഭിച്ച് നോക്കി നിന്ന് പോകുന്നുണ്ട്. എവൾ ഇങ്ങനെ നിൽക്കുന്നത് അച്ഛൻ കാണും. ആ ലേഡി ഇത് കണ്ടിട്ട് എന്തോ പോലെ, അവർക്ക് എന്തോ സന്തോഷമുള്ളത് പോലെ ഇരിക്കുകയാണ്. വീത്ത പെട്ടെന്ന് തന്നെ പുറത്തോട്ടിറങ്ങി പോകാൻ നോക്കെങ്കിലും അച്ഛൻ വിടില്ല. പിന്നാലെ വന്ന് അവളെ പിടിച്ചു നിർത്തും. അമ്മയോട് പറയാൻ പാടില്ല എന്ന് ഭയങ്കര അധികം ദേഷ്യപ്പെട്ട് പറയാണ്. എന്നാൽ വീത്ത പോകാൻ നോക്കുമ്പോൾ അവളുടെ മുഖത്ത് ഒറ്റ അടിയാണ്, നീ ഇത് അമ്മയോട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഇതും പറഞ്ഞ അയാൾ അവിടെ നിന്ന് പോകും. വീത്തയോട് വളരെയധികം മോശമായിട്ടാണ് ഇയാൾ പെരുമാറിയത്. ഇത്രയും നാള് നല്ല സ്നേഹമുള്ള അച്ഛനായിരുന്നു. എന്നാൽ പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. കുറച്ച് ദിവസത്തിന് ശേഷം അച്ഛന്റെ ലീവൊക്കെ കഴിഞ്ഞു. അച്ഛൻ തിരിച്ചു പോവാണ്. അമ്മയോടും അനിയനോടും ഈ വിവരം വീത്ത പറഞ്ഞിട്ടില്ല. അച്ഛൻ പോകുമ്പോൾ ദൂരെ നിന്ന് വീത്ത കാണുകയാണ്. അയാളോടുള്ള ബഹുമാനമൊക്കെ നഷ്ടപ്പെട്ടു പോയി. അവൾ ഒരുപാട് വിശ്വസിച്ച
മനുഷ്യനായിരുന്നു, എന്നാൽ കുടുംബത്തിനെ ചതിച്ചു. ഇയാൾ പോകുന്ന സമയത്തും വീത്തയെ ഒരുമാതിരി രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. ഇനിയിപ്പം അവൾ അമ്മയോട് പറയോ എന്നുള്ള രീതിയിൽ അയാൾ കാറ് കയറി ജോലിക്കായിട്ട് പോവാണ്. ഇനി കുറെ നാൾ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. പിന്നീട് വീത്തെ അനിയനും കൂടെ ഗ്രൗണ്ടിലോട്ട് പോവാണ് അനിയനെ കളിപ്പിക്കാനായിട്ട്. ആ സമയം അയൽക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് വീത്തയോട്, കുറെ നാളായല്ലോ നിന്റെ അച്ഛനെ കണ്ടിട്ട്, അച്ഛൻ എന്ത് ചെയ്യുന്നു? അവള് പറഞ്ഞു കൊടുക്കും, അച്ഛൻ ഇപ്പൊ ജോലിക്കായിട്ട് പോയിക്കാണ്, കുറച്ച് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഇത് പറയുമ്പോ ഈ അയൽക്കാരുടെ മുഖത്ത് എന്തോ ഒരു പേടി പോലെ, അല്ലെങ്കിൽ എന്തോ ഒരു വിഷമം പോലെ, എന്താണെന്ന് അറിയില്ല. അതുപോലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീത്തയ്ക്ക് സ്കൂളിൽ നിന്ന് നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. പേരൻസ് മീറ്റിംഗ് വിളിച്ച് അമ്മയോട് കാര്യം പറയാണ്. പിന്നീട് അമ്മയും അനിയനും ഹീറോയിനും കൂടെ, അതായത് വീത്തയും കൂടെ ബീച്ചിൽ വരികയാണ്. അനിയന്റെ ബർത്ത്ഡേ ആഘോഷിക്കും. ഇതിനുശേഷം വീട്ടിൽ വരുമ്പോൾ അയൽക്കാർ ചോദിക്കും, അച്ഛൻ എവിടെ പോയി, കുറെ നാളായിട്ട് അച്ഛനെ കാണാനില്ലല്ലോ എന്ന്. അമ്മയും സാധാരണ പോലെ പറയും, അച്ഛൻ ഇപ്പം പുറത്താണ്, ജോലിക്ക് പോയിക്കുകയാണെന്ന്. എന്നാൽ ഈ അയൽക്കാരുടെ മുഖത്ത് എന്തോ ഒരു പേടി പോലെ, അല്ലെങ്കിൽ ഒരു വിഷമം പോലെ, അതെന്തുകൊണ്ടാണ് മുഖത്ത് വരുന്നതെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ഒരു ദിവസം വീത്തയും അനിയനും കൂടെ അമ്മേനെ കാണാനായിട്ട് സലൂണിൽ ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോൾ അമ്മ പുറത്തോട്ടിറങ്ങി വരും. കൂടെ തന്നെ ഒരു ലേഡിയുണ്ട്. ആ ലേഡിയെ നിങ്ങൾക്ക് മനസ്സിലായോ? നേരത്തെ അച്ഛനുമായിട്ട് അവിഹിതത്തിലിരുന്ന ആ ലേഡി തന്നെയാണ്. അമ്മേനെ കാണാൻ വന്നിട്ട് അമ്മയോട് നല്ല രീതിയിൽ പെരുമാറിയിട്ട് അവിടെ നിന്ന് പോവാണ്. വീത്തയ്ക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. വീത്തയെ നോക്കി വല്ലാത്തൊരു ചിരി ചിരിച്ചിട്ടാണ് ആ ലേഡി പോകുന്നത്. അമ്മയോട് ഇതുവരെ വീത്ത പറഞ്ഞിട്ടില്ല അച്ഛനൊരു അവിഹിതം ഉണ്ടെന്നുള്ള കാര്യം. അന്ന് രാത്രി വീത്ത വീട്ടിൽ വന്നിട്ട് കിടന്നുറങ്ങാണ്. ഉറങ്ങുന്ന സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് അവള് ഞെട്ടി എണീക്കും. ഇപ്പൊ അതെന്താണെന്ന് അറിയണമല്ലോ, അതുകൊണ്ട് തന്നെ ആ ശബ്ദത്തിന്റെ പിന്നാലെ ചെല്ലും. ആരൊക്കെയോ മൂളുന്നത് പോലെ, ആരൊക്കെയോ ശബ്ദം ഉണ്ടാക്കുന്നത് പോലെ. ചെന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോൾ അവിടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല, ആരെയും കാണാനില്ല, അമ്മേനെയും കാണാനില്ല. അമ്മേന്റെ റൂമിൽ നിന്നായിരുന്നു ഈ ഒരു ശബ്ദം കേട്ടിരുന്നത്. ഇവളീ റൂം നോക്കുമ്പോൾ പിന്നിലോട്ട് ഒരു രൂപം പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, എന്നാൽ അവള് കാണുന്നില്ല. അവൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും അന്വേഷിച്ച് നടക്കുകയാണ്, അമ്മ എവിടെ പോയെന്ന് അറിയാതെ. അവൾ അവസാനം നടന്ന് വീട്ടിന്റെ പുറത്തെത്തിയിട്ടുണ്ട്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ മരത്തിന്റെ മണ്ടേന്ന് അമ്മയുടെ വിളി കേൾക്കാം, മോളെ എന്നെ രക്ഷിക്കൂന്ന്. ഇതും പറഞ്ഞിട്ട് അമ്മ ആ മരത്തിന്റെ മണ്ടേന്ന് താഴെടുത്ത് ചാടുകയാണ്. കഴുത്തിൽ ഒരു കയറും കുരുക്കിയിട്ടിട്ടുണ്ട്. അവിടെ തന്നെ തൂങ്ങി മരിക്കുകയാണ്. വീത്ത അമ്മേനെ പിടിച്ചു നിർത്താൻ നോക്കുമെങ്കിലും നടക്കുന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് അച്ഛനും കാമുകി അവിടെ നിൽപ്പുണ്ട്. ആ അവിഹിതക്കാരിയില്ലേ അവര് തന്നെ. അവിഹിതക്കാരി അച്ഛനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. ഇതും കണ്ട് വീത്ത സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കും. ഇത്രയും നേരം കണ്ടത് അവളുടെ സ്വപ്നം മാത്രമായിരുന്നു. പിറ്റേ ദിവസം വീത്തയും അമ്മയും കൂടെ അപ്പുറത്തെ വീട്ടില് ഒരു എൻഗേജ്മെന്റിന് പോകും. അയൽക്കാരില്ലേ അവരുടെ മക്കളുടെ എൻഗേജ്മെന്റിന് പോകും. അമ്മ കയറി വന്നിട്ട് അവിടുത്തെ ആ ഒരു അപ്പൂപ്പനോട് പറയും, ഹസ്ബൻഡ് വന്നിട്ടില്ല, അയാൾക്ക് വരണമെന്നുണ്ടായിരുന്നു, എന്നാൽ ജോലി തിരക്കായിട്ട് പോയെന്ന്. ഇത് കേട്ടുകൊണ്ട് വേറെ കുറെ ലേഡികളും അതുപോലെ തന്നെ അയൽക്കാരോട് ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ മുഖത്തൊക്കെ എന്തോ ഒരു പ്രശ്നം പോലെ, അവരെന്തൊക്കെയോ മുറുമുറുക്കുന്നുണ്ട് ഈ അമ്മേനെ പറ്റിയിട്ട്. പിന്നീട് അയൽക്കാരനും അമ്മയും കൂടെ ഇരുന്ന് സംസാരിക്കും. അയൽക്കാരൻ അമ്മയോട് പറയും, ഇന്നേക്ക് 1.5 വർഷമായി നിങ്ങളുടെ ഹസ്ബൻഡ് പോയിട്ടെന്ന്. എന്നാൽ അമ്മയുടെ ഓർമ്മയിൽ ആകെ ഒരാഴ്ച ആയിട്ടുള്ളൂ അച്ഛൻ ജോലിക്ക് പോയിട്ട്. ഇത്രയും നാൾ എങ്ങനെ കടന്നു പോയെന്ന് പോലും അമ്മയ്ക്ക് അറിയാൻ പാടില്ല. അവർക്കൊന്നും അത് ഓർമ്മയിലില്ല. എന്നാൽ അയൽക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്. അമ്മ ആകെ വണ്ടടിച്ചിരുന്നു പോകുന്നുണ്ട്. പിന്നീട് അമ്മ വീത്തനെയും കൊണ്ട് വീട്ടിൽ വരും. വീത്തയോട് കാര്യങ്ങളൊക്കെ പറയും. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും യാതൊരു വിവരവും ഇല്ല ഇത്രയും നാൾ കടന്നു പോയെന്നേ. അച്ഛൻ ഇപ്പൊ വീട്ടിൽ നിന്ന് പോയിട്ട് 1.5 വർഷമായെന്നാണ് അയൽക്കാർ പറയുന്നത്. ഇവർക്ക് ഒരാഴ്ച ആയതുപോലെ ഉള്ളൂ. പിറ്റേ ദിവസം തന്നെ വീത്തയും അമ്മയും കൂടെ അച്ഛനെ തിരക്കാനായിട്ട് പോവാണ്. ഈ 1.5 വർഷം അച്ഛൻ എവിടെ പോയെന്ന് അറിയാനായിട്ട്. ഇന്നലെ അയൽക്കാർ പറഞ്ഞപ്പോഴാണ് ഇവർക്കും ബോധം വെച്ചത്. അനിയൻ അവിടെ നിൽപ്പുണ്ട്. അനിയനോട് അയൽക്കാരന്റെ വീട്ടിൽ പോയി നിന്നോണം, താമസിച്ചാൽ അവിടെ നിന്ന് ഫുഡ് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഇവർ പോകാനായിട്ട് നിൽക്കുമ്പോൾ അച്ഛൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. എവിടെ നിന്ന് വന്നതാണെന്ന് അറിയാൻ പാടില്ല. അനിയൻ പെട്ടെന്ന് തന്നെ അച്ഛനെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് അച്ഛനെയും വിളിച്ച് വീട്ടിൽ വന്ന് ഫുഡ് കൊടുക്കും. ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. വീത്ത അച്ഛനോട് ആ ഒരു പ്രശ്നമൊക്കെ മാറ്റി വെച്ചിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുമെങ്കിലും അച്ഛൻ മൈൻഡ് ആകുന്നില്ല വീത്തേനെ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ റൂമിൽ ചെല്ലും. അവിടുത്തെ തുണിയെല്ലാം വാരി പിരുത്തിടുകയാണ്. എന്തോ തപ്പുന്നുണ്ട്, എന്താണെന്ന് അറിയാൻ പാടില്ല. ആ സമയം അമ്മ അങ്ങോട്ട് വന്നിട്ട് എന്താ തപ്പുന്നതെന്ന് ചോദിക്കും. പക്ഷെ ഇയാൾ പറയുന്നില്ല. ഇയാൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ദേഷ്യപ്പെടുമ്പോൾ ഇയാൾ പറയും, എനിക്ക് വീട്ടിന്റെ ആധാരം വേണമെന്ന്. എന്നാൽ അമ്മ കൊടുക്കാനായിട്ട് തയ്യാറാവത്തില്ല. നിങ്ങൾ 1.5 വർഷം എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നില്ല. എനിക്ക് വീട്ടിന്റെ ആധാരം വേണമെന്ന് പറയുമ്പോൾ അമ്മ പറയും, അത് എന്റെ അച്ഛനും അമ്മ എനിക്ക് തന്നതാണ്, അത് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഇയാൾ അമ്മേനെ പിടിച്ച് ഫിറ്റിലോട്ട് ചേർക്കുകയാണ്, എനിക്ക് ആധാരം വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അമ്മ പറയും, എന്നാ പിന്നെ നിങ്ങൾ ഈ 1.5 വർഷം എവിടെ പോയെന്ന് എന്നോട് പറയണമെന്ന്. അതൊന്നും അച്ഛൻ പറയുന്നില്ല. അച്ഛൻ ആകെ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. വീത്ത ആ സമയം അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വീത്ത ഇത് കാണുന്നുണ്ട്. അമ്മ അവിടെ വിഷമിച്ചിരിക്കുമ്പോൾ വീത്ത അമ്മയോട് പറയും, നിങ്ങളാണ് ഇതിനെല്ലാത്തിനും കാരണം. നിങ്ങൾ ജോലി എന്ന് പറഞ്ഞു നടന്നു. അച്ഛൻ ഇത്തിരി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലായിരുന്നു. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അമ്മ എന്നെ വഴക്ക് പറയും. അവൾക്ക് ഈ അമ്മ ജോലി എന്ന് പറഞ്ഞ് നടക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ആയതെന്നാണ് അവൾ പറയുന്നത്. എന്നാൽ അമ്മയ്ക്ക് കറക്റ്റായിട്ടുള്ള കാര്യമൊന്നും അറിയത്തില്ല. അച്ഛൻ അവിഹിതം ഉണ്ടെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. പിറ്റേ ദിവസം വീത്ത അച്ഛനെ കാണാനായിട്ട് അച്ഛൻ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് ചെന്നിട്ടുണ്ട്. അച്ഛന് ഇഷ്ടപ്പെട്ട ആ ഒരു മീൻകറിയും ഫുഡുമാണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. അച്ഛൻ വരുമ്പോൾ അച്ഛൻ ഒന്നും മിണ്ടുന്നില്ല.
പതിയെ വീത്ത അടുത്ത് നിന്നിട്ട് അച്ഛൻ്റെ ആ ഫുഡ് വെച്ചു കൊടുക്കുകയാണ്. അച്ഛനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് മാറിപ്പോവും. നേരെ ചെല്ലുന്നത് അവിടുത്തെ ആ കുപ്പത്തൊട്ടിയുടെ അടുത്താണ്. അതിനകത്ത് ആ ഒരു മീൻകറി എടുത്ത് കളയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് വീത്ത അവിടെ വിഷമിച്ച് നിൽപ്പുണ്ട്. വൈകുന്നേരം ആവുന്ന സമയത്ത് അയൽക്കാരൻ അമ്മേനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അയൽക്കാരന് ഇപ്പൊ ഏകദേശം പ്രശ്നങ്ങളൊക്കെ മനസ്സിലായി. അച്ഛൻ ഇപ്പൊ വീട്ടിലോട്ട് വരുന്നില്ല, 1.5 വർഷമായി വന്നിട്ട് വേറെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇത് മാറ്റാനായിട്ട് ഒരു ഉസ്താദിനെ പോയി കാണാനായിട്ട് അമ്മയോട് പറയും. ഏതോ ഒരു ഉസ്താദിനെയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ നേരമായിരിക്കും വീത്തയും അനിയനും കയറി വരുന്നത്. അമ്മ വീത്തയോട് പറയും, നാളെ തന്നെ നമുക്ക് ആ ഉസ്താദിനെ പോയി കാണണമെന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഉസ്താദിനെ കാണാനായിട്ട് ചെല്ലും. അവിടെ ചെന്നിട്ട് ഉസ്താദിനോട് കാര്യം പറയുമ്പോൾ ഉസ്താദ് ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യം അവരോട് പറഞ്ഞു കൊടുക്കും. ഇവർക്കെതിരെ ആരോ മന്ത്രവാദം ചെയ്യുന്നുണ്ട്, ഇവരുടെ ഹസ്ബൻഡിനെ തട്ടിയെടുക്കാനായിട്ട്. ആ മന്ത്രവാദത്തിൽ വേറൊന്നും അല്ല ചെയ്യുന്നത്, ഈ ഒരു ഭാര്യയില്ലേ നമ്മുടെ അമ്മയുടെ മുഖം ആ അവിഹിതക്കാരിക്ക് വരുന്നത് പോലെയാണ് ഈ മന്ത്രവാദം ചെയ്തിരിക്കുന്നത്. ഈ മന്ത്രവാദം ചെയ്യുന്നത് മറ്റേ അവിഹിതക്കാരി തന്നെയാണ്, ആ കാമുകി തന്നെയാണ്. കാമുകി എത്രയോ നാള് മന്ത്രവാദം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മളെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കുകയാണ്. ഈ കാമുകി ഒരു സ്ഥലത്ത് ഇങ്ങനെ മന്ത്രവാദത്തിനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇത് ഗൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ സന്യസിക്കാനായിട്ട് ഇരിക്കും കുറെ നാള്. അപ്പൊ ഈ പാമ്പൊക്കെ വരുന്നുണ്ട്. പാമ്പൊന്നും വരുമ്പോൾ പേടിക്കാൻ പാടില്ല എന്ന് പ്രത്യേക ആ ഒരു മന്ത്രവാദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പേടിക്കാതിരിക്കുന്നുണ്ട്. കുറെ അധികം പാമ്പൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പേടിക്കാതിരുന്നത് കൊണ്ട് തന്നെ ഇവരുടെ മന്ത്രവാദം കംപ്ലീറ്റ് ആവും. അതിനുശേഷം കോഴിയെ കറുത്ത് അതിന്റെ രക്തം എടുത്ത് ഇവരുടെ ഫാമിലി ഫോട്ടോയിലൊക്കെ പുരട്ടിയിട്ട് എന്തൊക്കെയോ മന്ത്രവാദങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പല ദിവസങ്ങളിലായിട്ട് ചെയ്തതാണ്, കുറെ ദിവസം എടുത്ത് ചെയ്തതാണ്. വേറെ ആരുമല്ല മന്ത്രവാദം ചെയ്തത്, ആ ഒരു കാമുകി തന്നെയാണ്. അച്ഛനെ കിട്ടാൻ വേണ്ടിയിട്ട് കാമുകി ചെയ്ത മന്ത്രവാദമാണ്. ഇതിനൊരു പരിഹാരം ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്ന് വീട്ടിൽ പോയിട്ട് ഒരു ദുആ ചെല്ലാനായിട്ട് അതും പറഞ്ഞു കൊടുത്തിട്ട് അവരെ വീട്ടിൽ വരും. വീട്ടിൽ അന്ന് രാത്രി വന്നിട്ട് നിസ്കരിക്കുകയാണ്. ആ ദുആയും ചൊല്ലുന്നുണ്ട്. ഇത് ചൊല്ലി തീർന്ന ഉടനെ അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അതിന്റെ ചില്ല് പൊട്ടുകയാണ്. ഇവരിത് കണ്ട് പേടിക്കുന്നുണ്ട് രണ്ടുപേരും. പിറ്റേ ദിവസം അമ്മ സലൂണിൽ വന്ന് വർക്ക് ചെയ്യും. പഴയതുപോലെ സലൂണിൽ ഇപ്പൊ കസ്റ്റമേഴ്സ് ഒക്കെ ഇല്ല, വളരെയധികം കുറവാണ്. ഒരു ലേഡിയും കണ്ടേ വന്നിട്ടുള്ളൂ. അവരവിടെ വന്ന് മുടി വെട്ടുന്ന സമയത്ത് അമ്മയുടെ മൂക്കിൽ നിന്ന് ചോര വരും. അതുമല്ല അമ്മയ്ക്ക് ദേഹം എല്ലാം ചൂടാവുന്നത് പോലെ മൂക്കിൽ നിന്ന് ചോര വന്നത് തുടച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് ഗ്ലാസ്സിൽ വെള്ളം എടുക്കും. വെള്ളം കുടിക്കാനായിട്ട് പോകുമ്പോൾ അതിനകത്തൊരു തേള് കിടക്കുന്നതായിട്ട് കാണാം. സ്കോർപ്പിയോൺ ഇല്ലേ, അത് കിടക്കുന്നതായിട്ട് കാണാം. അമ്മ പേടിച്ച ഗ്ലാസ് തറയിലിട്ട് ഉടയ്ക്കാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടുത്തെ മറ്റുള്ള സ്റ്റാഫ്സ് ഒക്കെ നിൽപ്പുണ്ട്. അവർക്ക് കാര്യം മനസ്സിലായി, എന്തോ ഒരു മന്ത്രവാദം ആരോ ഇവരുടെ പേരിൽ ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ടല്ലേ ഇതൊക്കെ കാണുന്നത്. അമ്മേനെ വിളിച്ച് പുറത്തു വരും. അവിടെ കുറച്ച് മണ്ണൊക്കെ വാരിയിട്ടേക്കുന്നത് കാണിച്ചു കൊടുക്കും. ഈ സ്റ്റാഫ് ഡെയിലി മണ്ണ് തൂത്ത് കളയാനായിട്ട് ശ്രമിക്കും. പക്ഷെ ആരൊക്കെ ഇവിടെ മണ്ണ് കൊണ്ടിടുന്നത് പോലെ ഇത് സാധാരണ മണ്ണല്ല, മന്ത്രവാദം ചെയ്യുന്ന മണ്ണാണ്. അതുകൊണ്ടാണ് ആ സ്റ്റാഫ്സിന് കാര്യം മനസ്സിലായത്. എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്കും അറിയത്തില്ല. അമ്മ ഈ മണ്ണും മാറി നേരെ ഉസ്താദിന് ചെന്ന് കാണും. ഉസ്താദിന് ഈ മണ്ണ് കാണിച്ചു കൊടുക്കും. ഇതാരോ മന്ത്രവാദം ചെയ്യാനായിട്ട് കൊണ്ടിടുന്ന മണ്ണാണെന്ന് അമ്മയോട് പറഞ്ഞു കൊടുക്കും. ഈ നേരം വീത്ത വീട്ടിലുണ്ട്. അവളൊരു കാര്യം ആലോചിക്കുകയാണ്. അന്ന് അമ്മയുടെ കടയിൽ അവള് വന്നില്ലായിരുന്നോ? ആ സമയം ആ അവിഹിതക്കാരിയായിട്ടുള്ള കാമുകി ഇറങ്ങിപ്പോയപ്പോൾ അവൾക്ക് അമ്മേനെ പോലെയാണ് തോന്നിയത്, അമ്മയുടെ മുഖം പോലെ. അതിനർത്ഥം അവൾ എന്തോ മന്ത്രവാദം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാമുകി എന്തോ ഒരു മന്ത്രവാദം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീത്തയ്ക്കും അങ്ങനെ തോന്നിയത്. രാത്രി ആവുന്ന സമയത്ത് അമ്മ കടയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കും, ആരാണ് ഈ മണ്ണ് കൊണ്ടിടുന്നതെന്ന് അറിയാനായിട്ട്. അങ്ങനെ കാത്തിരുന്നത് പോലെ അങ്ങോട്ട് ഒരാൾ വരും, ഒരു ഹുഡിയൊക്കെ ധരിച്ച മനുഷ്യൻ. മണ്ണിടുന്ന സമയത്ത് അമ്മ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, അത് അമ്മയുടെ ഹസ്ബൻഡ് തന്നെയാണ്, അവരുടെ അച്ഛൻ തന്നെയാണ്. ഈ അച്ഛൻ അവിടെ നിന്ന് അമ്മേനെ കണ്ട ഉടനെ ഓടിപ്പോവും. പിന്നാലെ തന്നെ അമ്മയും ചെല്ലും. അമ്മ ഫോളോ ചെയ്ത് പോകുമ്പോൾ ഒരു കാര്യം കാണും. ഈ അച്ഛൻ നേരെ ചെന്ന് കാണുന്നത് ആ കാമുകീനെയാണ്. രണ്ടുപേരും കൂടെ ഒട്ടി ഒരുമി കൈപിടിച്ച് നടന്നു പോവുകയാണ്, അതും അമ്മയുടെ മുമ്പിൽ വെച്ച്. അമ്മ ഇതൊക്കെ കണ്ട് ആകെ വിഷമിച്ച് അവിടെ നിൽപ്പുണ്ട്. അമ്മയുടെ ബിസിനസ് മുടക്കാനായിട്ട് മന്ത്രവാദം ചെയ്യുന്നത് മറ്റാരുമല്ല, ഹസ്ബൻഡ് തന്നെയാണ്. അത് ചെയ്യിപ്പിക്കുന്നത് കാമുകി. പിറ്റേ ദിവസം തന്നെ അമ്മ, വീത്ത, അതുപോലെ തന്നെ അനിയൻ, ഇവരെല്ലാരും കൂടെ അച്ഛൻ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിൽ ചെല്ലും. ഇതൊരു സർക്കാർ സ്ഥാപനമാണ്. അവിടെ ചെന്നിട്ട് ഹസ്ബൻഡിന്റെ ബോസിനെ കാണും. ബോസിനോട് കാര്യം പറയും. ഒരു 1.5 വർഷമായിട്ട് ഇയാൾ വീട്ടിലോട്ട് ചെലവിനൊന്നും കൊടുക്കുന്നില്ല. അമ്മ ജോലിക്ക് പോകുന്നത് കൊണ്ടാണ് ഇവർ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ഇയാൾ ഒരു സർക്കാർ ജോലിക്കാരനായിട്ട് പൈസ കൊടുക്കുന്നില്ല, പകരം വേറൊരു സ്ത്രീക്കാണ് പൈസ കൊടുക്കുന്നത്. അയാള് വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്, അതും ഈ അമ്മ അറിയാതെ. അമ്മ ജീവനോടിരിക്കുമ്പോൾ അങ്ങനെ കല്യാണം കഴിക്കാനായിട്ട് പറ്റില്ല, എന്നാൽ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് അമ്മയ്ക്ക് അറിയില്ല. ഈ ഒരു ഓഫീസർ അമ്മയോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മളെ കേൾപ്പിക്കുന്നില്ല. പിന്നീട് അമ്മ പുറത്തിറങ്ങി വരും. അവിടെ തന്നെ ഈ ഒരു ഹസ്ബൻഡ് നടന്നു പോകുന്നുണ്ട്, എന്തോ ഒരു ജോലി ആവശ്യത്തിനായിട്ട്. ഇങ്ങേരോട് ചെന്ന് നല്ല രീതിയിൽ ദേഷ്യപ്പെടും. നിങ്ങൾക്ക് നാണില്ലേ മനുഷ്യ, ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഒരു കല്യാണം കഴിക്കാനായിട്ട്, അതും ഞാൻ ചത്തുപോയെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാനായിട്ട്. ഈ അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞ ഒരു ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടാണ് ഇയാൾ കല്യാണം കഴിച്ചേക്കുന്നത്. അതുമല്ല ഈ കുട്ടികളെ നോക്കുന്നത് തന്നെ അമ്മ സലൂൺ നടത്തിയിട്ടാണ്. 1.5 വർഷമായിട്ട് ഇയാൾ പൈസ കൊടുത്തിട്ടില്ല. അതുമല്ല അമ്മ ചോദിച്ചിട്ടില്ലായിരുന്നു, ഇയാളുടെ ബുദ്ധിമുട്ട് കാരണമാണെന്ന് വിചാരിച്ച് ചോദിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം വേറൊരു സ്ത്രീക്ക് പൈസ കൊടുക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ അമ്മയ്ക്ക്
അമ്മയ്ക്ക് ഒരുപാട് ദേഷ്യമായി. നിങ്ങൾ ആ സ്ത്രീയുടെ കൂടെ പോയി ജീവിര്, എന്തിനാ ഞങ്ങളെ ഉപദ്രവിക്കുന്നത്, സലൂണിന്റെ മുമ്പിൽ എന്തിനാ മണ്ണ് വാരിയിടുന്നത്, ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ അച്ഛൻ ആകെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് മാറിപ്പോവും. അയാൾക്ക് എവരെയൊന്നും വലിയ വിലയില്ല ഇപ്പം. എന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. ചിലപ്പോൾ അവര് മന്ത്രവാദം ചെയ്ത് അച്ഛന്റെ മനസ്സ് മാറ്റിയത് കൊണ്ടാവാം. അമ്മ ആകെ ദേഷ്യപ്പെട്ട് തകർന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ നേരം കാമുകിയെ കാണിക്കുവാണെങ്കിൽ കാമുകിക്ക് ഒരു സലൂൺ ഉണ്ട്. വേറൊന്നിനും അല്ല മന്ത്രവാദം ചെയ്തത്, കാമുകിയുടെ സലൂണിൽ കച്ചവടം കിട്ടാനും അതുപോലെ അമ്മയുടെ സലൂണിൽ കച്ചവടം കുറയാനും വേണ്ടിയിട്ടാണ് മന്ത്രവാദം ചെയ്തത്. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? അന്ന് രാത്രി തന്നെ ഒരു മന്ത്രവാദിയും അതുപോലെ ഈ ഒരു കാമുകിയും അച്ഛനും കൂടെ ഒരു സ്ഥലത്ത് ചെല്ലും. അവിടെ ചെന്നിരുന്ന് മന്ത്രവാദം ചെയ്യാണ്. ആ നേരം അങ്ങോട്ടൊരു യക്ഷി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് ഒരു യക്ഷി. അച്ഛന്റെ ആഗ്രഹം പറയും, വേറൊന്നുമല്ല, ഇയാൾ ചെയ്യുന്ന ജോലിയിൽ ഒരു പ്രൊമോഷൻ വേണം, അതുപോലെ തന്നെ നല്ല പൈസ വേണം, നമ്മുടെ അമ്മയും വീത്തയും അനിയനും താമസിക്കുന്ന വീട് ഇയാൾക്ക് സ്വന്തമായിട്ട് വേണം, അമ്മ സമ്പാദിച്ച എല്ലാ പൈസയും വേണം, അതെല്ലാം ഇയാൾക്ക് വേണമെന്ന് പറയും. എന്നാൽ അതിന് പകരമായിട്ട് ഒരു കാര്യം ചെയ്തു കൊടുക്കണം, ഒരു ജീവൻ കൊടുക്കണം. ഇയാൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ജീവൻ കൊടുക്കണം. ഏറ്റവും വേണ്ടപ്പെട്ടവർ ആരാണ്? അവര് തന്നെയാണ് ആ 3 പേര്, വീത്ത, അനിയൻ, അമ്മ. അതിന് ഇയാൾ സമ്മതം കൊടുക്കും. അതിന് നിർബന്ധിക്കുന്നത് മറ്റേ കാമുകി തന്നെയാണ്. എന്തോ ഒരു യക്ഷിയാണ്. ആ യക്ഷി ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കും. പിറ്റേന്ന് തന്നെ ഈ അച്ഛൻ വീട്ടിൽ ആരും ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ കയറും. വീത്തയുടെ ഒക്കെ വീട്ടിൽ കയറിയിട്ട് അമ്മയുടെ മുടി ചീവുന്ന ചീപ്പിന്ന് കുറച്ച് മുടിയും അതുപോലെ തന്നെ വീത്തയുടെ സ്ലൈഡും അനിയന്റെ ജേഴ്സിയും അവന്റെ ഷർട്ടില്ലേ അതും അടിച്ചു മാറ്റിക്കൊണ്ട് പോകും മന്ത്രവാദം ചെയ്യാനായിട്ട്. ഇതിനുശേഷം ഇയാള് വീട്ടിൽ വരും. രാത്രി ആയിട്ടുണ്ട്. കാമുകിയും തൊട്ടടുത്തോട്ട് വരുവാണ്. അവര് വന്നിട്ട് ഈ അച്ഛനെ ഭയങ്കര സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നുണ്ട്. അച്ഛന്റെ മടിയിൽ കിടന്ന് നമ്മൾ രണ്ടുപേരും നല്ല രീതിയിൽ ജീവിക്കും, മറ്റേ ആൾക്കാരൊക്കെ നിങ്ങളുടെ നിന്ന് പൈസ വാങ്ങിച്ച് നിങ്ങളെ പറ്റിക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, നമ്മൾ അടിപൊളിയായിട്ട് ജീവിക്കും, നമ്മൾ നല്ല പൈസക്കാരാവും, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അച്ഛനെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. അച്ഛനും ഇതിന് കൂടെ നിൽക്കുന്നുണ്ട്. കാമുകിയുടെ കൂടെ ജീവിക്കാനാണ്, സ്വന്തം കുടുംബത്തിനെ വഞ്ചിച്ച് കാമുകിയുടെ കൂടെ ജീവിക്കാനാണ് ഇയാൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നമ്മളെ കാണിക്കുന്നത്. അനിയനാണെങ്കിൽ അലമാര തപ്പുമ്പോൾ അവന്റെ ജേഴ്സി കാണാനില്ല. ചേച്ചിയോട് എന്റെ ജേഴ്സി കണ്ടില്ല, അതൊന്ന് എടുത്തു തരുമെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി പറയാം അതിനകത്തുണ്ട്, നീ വേണമെങ്കിൽ തപ്പി എടുത്തോളാൻ. അങ്ങനെ വീത്തയാണെങ്കിൽ അവളുടെ ഹെയർ ക്ലിപ്പൊക്കെ നോക്കുന്ന സമയത്ത് അവളുടെ ഹെയർ ക്ലിപ്പും കാണാനില്ല. അതിപ്പോ ആരാ എടുത്തോണ്ട് പോയത്? ഈ നേരം അമ്മയുടെ റൂമിൽ ഇരുന്നിട്ട് എന്തൊക്കെ അടുക്കി പറക്കുന്നുണ്ട്. ആ സമയം അമ്മയ്ക്ക് എന്തോ പോലെ വല്ലാത്തൊരു സ്മെല്ല് അടിക്കുന്നുണ്ട്. ആ സ്മെല്ലിനെ ഫോളോ ചെയ്ത് ഹാളിലോട്ട് ഇറങ്ങി ചെല്ലും. അവിടെ തന്നെ വീത്ത ഇരിപ്പുണ്ട്. വീത്തയോട് കാര്യം പറയുന്നില്ല, അവള് വേറെന്തോ ശ്രദ്ധയിലാണ്. അമ്മ വീണ്ടും ഈ മണം അടിക്കുന്ന അടുത്തോട്ട് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഫിറ്റിയുടെ മണ്ടയിലായിട്ട് ഒരു പ്രേതം തൂങ്ങി പിടിച്ചിരിക്കുകയാണ്. അത് കഴുത്തൊക്കെ തിരിച്ച് നോക്കുന്നുണ്ട്. ഇത് കണ്ട് അമ്മ ആകെ പേടിച്ച് സ്തംഭിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. അമ്മയുടെ നിലവിളി കേട്ടിട്ട് വീത്ത അടുത്തോട്ട് വരും. വന്ന് നോക്കുമ്പോൾ അമ്മയുടെ മൂക്കിന്ന് ചോരയൊക്കെ വന്നിട്ടുണ്ട്. ഫിറ്റിനെ ചൂണ്ടി കൈ കാണിച്ച് നിൽക്കുകയാണ്. വീത്ത അങ്ങോട്ട് നോക്കുമ്പോൾ ഒന്നിനെയും കാണാനില്ല. പക്ഷെ അമ്മ നോക്കുമ്പോൾ പ്രേതത്തിനെ കാണാനുണ്ട്. അവസാനം ഈ പ്രേതത്തിനെ കണ്ട് അമ്മ ബോധം കിട്ടി തറയിൽ വീഴുകയാണ്. മൂക്കിന്നൊക്കെ ഒരുപാട് ചോര പോയിട്ടുണ്ട്. പിറ്റേ ദിവസം തന്നെ അമ്മയും വീത്തയും കൂടെ ഉസ്താദിനെ വന്ന് കാണും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഉസ്താദ് അതിനൊരു പ്രതിവിധി പറഞ്ഞു കൊടുക്കും. അന്ന് വീട്ടിൽ വന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഉസ്താദ് പറഞ്ഞതനുസരിച്ച് എന്തോ കഞ്ഞിവെള്ളോ, അതായത് ചോറിനകത്ത് വെള്ളം ഇട്ടിട്ട് അതെന്തോ ഒരു ജഗ്ഗിനകത്തോ മറ്റോ ആക്കി വീട്ടിന് ചുറ്റും ഒഴിക്കും. എന്തോ ഒരു മന്ത്രവാദം ചൊല്ലിയിട്ട് അന്നത്തെ ദിവസം ഒരു പ്രശ്നമില്ലാതെ കടന്നുപോയി. ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇവർ പ്രാർത്ഥന ചൊല്ലും. ഈ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് എന്തൊക്കെയോ തീകോളങ്ങൾ പുറത്തോടെ വന്ന് വീട്ടിലോട്ട് പതിക്കുന്നുണ്ട്. ആ ശബ്ദം ഇവർക്ക് കേൾക്കാം. പെട്ടെന്ന് തന്നെ അവർ ഈ തീകോളം കണ്ടിട്ട് അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഈ മന്ത്രവാദത്തിന് എതിർക്കാനായിട്ട് ദൈവത്തിലുള്ള വിശ്വാസം കൈവിടാൻ പാടില്ല, ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവരിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ട് അനിയനും വന്നിട്ടുണ്ട്. അവനും ഈ ശബ്ദം കേട്ട് പേടിച്ച് വന്നേക്കുന്നതാണ്. കട്ട് ചെയ്താൽ 7ാമത്തെ ദിവസമാണ് കാണിക്കുന്നത്. ഇവർ വീട്ടിലിരിക്കുമ്പോൾ പുറത്ത് ഭയങ്കരമായിട്ട് ശബ്ദം കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ അകത്ത് നല്ല ചൂടുണ്ട്. അപ്പൊ ഈ ചൂട് മാറ്റാനായിട്ട് ഡോറ് തുറന്നിട്ടാണ്. ഡോറ് തുറക്കാനായിട്ട് വന്ന് ഡോറ് തുറക്കുമ്പോൾ അവിടെ കുറെ തേള് നിൽക്കുകയാണ് തറയിലായിട്ട്. ഇത് കണ്ട അമ്മ പെട്ടെന്ന് തന്നെ ഡോർ അടയ്ക്കും പേടിച്ചിട്ട്. അതുപോലെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും മൃഗങ്ങളെ കാണുവാണെങ്കിൽ അതിന്റെ ദേഹത്ത് ഉപ്പ് വാരി എറിഞ്ഞാൽ മതിയെന്ന്. അതുകൊണ്ട് തന്നെ വീത്തയോട് പറഞ്ഞ് കുറച്ച് ഉപ്പ് വാരി എറിയും അതിന്റെ മണ്ടയിലോട്ട്. ഉപ്പ് വാരി എറിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ജീവികളൊക്കെ അവിടെ നിന്ന് പോവാണ്. ഇവരെ ആക്രമിക്കുന്നൊന്നുമില്ല. ആ ഒരു മന്ത്രവാദം ചെയ്തതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാനായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വിദ്യകളൊക്കെ ഉള്ളൂ. അങ്ങനെ 11ാമത്തെ ദിവസം ആവുകയാണ്. 11ാമത്തെ ദിവസത്തിൽ അമ്മ ബാത്റൂമിൽ വരും. ചുമ അടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര രീതിയിൽ ചുമക്കുന്നുണ്ട്. ചുമച്ച് അമ്മയുടെ വായിന്ന് മുടിയൊക്കെ വരുന്നുണ്ട്. ആ മുടി തന്നെ ഒരുപാട് നീട്ടമുണ്ട്. ഇങ്ങനെ വലിച്ച് അതങ്ങ് പുറത്തെടുക്കുകയാണ്. അതിനുശേഷം 30ാമത്തെ ദിവസം ആവുകയാണ്. അമ്മ വളരെയധികം ക്ഷീണിച്ച് അവിടെ കിടക്കുന്നുണ്ട്. ഈ നേരം വീത്ത അവിടെ നിന്ന് നിസ്കരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുകയാണ്, അമ്മയ്ക്കൊന്നും വരത്തില്ലേ എന്ന് വിചാരിച്ചിട്ട്. ആ നേരം അമ്മയുടെ വയറ് പെട്ടെന്ന് തന്നെ പെരുകയാണ്. അതായത് വീർക്കുന്നത് പോലെ. അമ്മയ്ക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്. വീത്ത എന്ന് കിടന്ന് വിളിക്കുമ്പോൾ വീത്ത അടുത്തോട്ട് വരും. പക്ഷെ എന്താ പ്രശ്നം എന്ന് അമ്മയ്ക്ക് പറയാനായിട്ട് അറിയില്ല. വയറ്റ് വേദന എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അമ്മ പെട്ടെന്ന് തന്നെ വേദന കാരണം അവിടെ നിന്ന് ഇറങ്ങി
ഇറങ്ങി ഓടി ബാത്റൂമിൽ ചെല്ലും. ഡോറും അടയ്ക്കും. എന്നിട്ട് വീത്തയോട് പുറത്തു നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറയും. അതുപോലെ തന്നെ വീത്ത പുറത്തു നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ നേരം അമ്മ ബാത്റൂമിൽ കയറി വേദന കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ വയറ്റിന്ന് എന്തൊക്കെയോ പുഴുക്കൾ തറയിലോട്ട് വന്ന് വീഴുന്നുണ്ട്. അവരുടെ വയറ് പിഴുകിയിലായിരുന്നു, ആ വയറ്റിനകത്ത് പുഴുക്കളായിരുന്നു. ഈ പുഴുക്കളൊക്കെ വയറിൽ നിന്ന് പോയതിനു ശേഷം അമ്മ ക്ഷീണിച്ച് അവിടെ ഇരിക്കുകയാണ്. വീത്ത അകത്തോട്ട് കയറി വരും, അമ്മനെ കെട്ടിപ്പിടിയും. അമ്മ ഒരുപാട് ക്ഷീണിച്ച് പോയിട്ടുണ്ട്. കട്ട് ചെയ്താൽ 40ാമത്തെ ദിവസമാണ് കാണിക്കുന്നത്. ഇപ്പൊ അമ്മയുടെ സ്ഥിതി ഒരുപാട് വഷളാണ്. അതുകൊണ്ട് തന്നെ ഉസ്താദിനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് അമ്മേനെ കാണാനായിട്ടും വന്നിട്ടുണ്ട്. ഉസ്താദ് വന്ന് അമ്മേനെ ഈ റൂമിൽ നിന്ന് മാറ്റി വീത്തേന്റെ റൂമിലോട്ട് മാറ്റാൻ പറയും. ഈ റൂമിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് ഉസ്താദിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വീത്ത അമ്മേനെ മാറ്റും. പിന്നീട് ഉസ്താദും വീത്തയും കൂടെ വന്നിട്ട് ഈ ഒരു കട്ടിൽ കീറി നോക്കുകയാണ്. ഉസ്താദിന് ഈ കട്ടിലിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അത് കീറി നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് പൊതികളൊക്കെ ഇരിപ്പുണ്ട്. അത് മറ്റൊന്നുമല്ല, അച്ഛൻ വെച്ച മന്ത്രവാദമാണ്. പിന്നെ ഈ പൊതികളൊക്കെ എടുത്ത് അവർ പുറത്തു വന്നിട്ട് അത് കത്തിച്ചു കളയും. വീത്തയോട് അച്ഛനോട് പുറത്തു കൊടുക്കാനായിട്ട് പറയും. ഇത് മനസ്സിൽ വെക്കാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ വീണ്ടും വീണ്ടും മന്ത്രവാദങ്ങൾ ഇവർക്ക് കിട്ടും. ഇതിനുശേഷം ഉസ്താദും വീത്തയും കൂടെ അമ്മേനെ വന്ന് കാണും. ഇപ്പൊ അമ്മയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഈ മന്ത്രവാദങ്ങളൊക്കെ എടുത്ത് കത്തിച്ച് കളഞ്ഞത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഒരുപാട് കുറഞ്ഞു. പിറ്റേ ദിവസം വീത്ത സ്കൂളിൽ പോവാണ്. അവിടെ പോയിരുന്ന് എക്സാം എഴുതാനായിട്ട് റെഡി ആയിരിക്കുമ്പോൾ അവൾക്ക് മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നില്ല. അതെന്താന്ന് സാറിനോട് ചോദിക്കുമ്പോൾ സാറ് പറഞ്ഞു കൊടുക്കും, അവള് ഫീസ് അടച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അവളെ എഴുതിപ്പിക്കാൻ പറ്റത്തില്ല എന്ന്. അവൾ ആകെ വിഷമിച്ച് ബാഗും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. നേരെ അമ്മേന്റെ സലൂണിൽ വരും. അവൾ അവിടെ വന്ന് നോക്കുമ്പോൾ അമ്മ ബാക്കിയുള്ള ജോലിക്കാരെയൊക്കെ പിരിച്ചു വിടുകയാണ്. കാരണം അമ്മയുടെ കയ്യിൽ പൈസ ഇല്ല, തൽക്കാലത്തേക്ക് ഈ സലൂൺ അടച്ചിടണം, ഇല്ലെങ്കിൽ ഒരുപാട് നഷ്ടം വരും. ഇതെല്ലാം കണ്ടുകൊണ്ട് ആരും അറിയാതെ വീത്ത അവിടെ നിപ്പുണ്ട്. അതുമല്ല ആ സ്റ്റാഫ്സ് എല്ലാം അമ്മയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ആരാണ് ഈ മന്ത്രവാദങ്ങൾ ചെയ്തതെന്ന്. എന്നാൽ അമ്മയ്ക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല. ഹസ്ബൻഡ് ആണെന്ന് അറിയാം, പക്ഷെ എന്തിനാണ് ചെയ്തതെന്ന് അറിയാൻ പാടില്ല. ഇവരോട് അത് പറയാനും കഴിയില്ല. ഇപ്പം വീത്തയ്ക്ക് മനസ്സിലായി അമ്മയുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലാന്ന്. അമ്മ തിരിഞ്ഞു നോക്കുമ്പോൾ വീത്ത അവിടെ നിൽക്കുന്നതായിട്ട് കാണാം. എന്നാൽ വീത്ത ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. വീത്തയ്ക്ക് മനസ്സിലായി അമ്മയുടെ പൈസ ഇല്ല, ഇപ്പൊ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന്. വീത്ത നേരെ ചെല്ലുന്നത് അച്ഛൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ്. ആ സമയം അച്ഛൻ പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട്. അച്ഛൻ അറിയാതെ അച്ഛന്റെ പിന്നാലെ ബസ് കയറി ഫോളോ ചെയ്ത് പോകും. ഫോളോ ചെയ്ത് ഇയാൾ തൂക്കും. ഇയാൾ മറ്റേ ആ ലേഡിയുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇയാൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വീത്തയോട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവൾ ദേഷ്യപ്പെടും. എന്റെ സ്കൂളിലെ പൈസ നിങ്ങൾ തരണം, കാരണം നിങ്ങളാണ് എന്റെ അമ്മയുടെ ബിസിനസ് എല്ലാം പൂട്ടിച്ച് കളഞ്ഞത്. പൈസ താടോ എന്ന് പറയുമ്പോൾ ഇയാൾ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നീ ആർക്കുണ്ടായതാന്ന് പോലും എനിക്ക് അറിയത്തില്ല, നീ എന്റേതല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകും. ഇവളെ വളരെയധികം മോശമായിട്ട് ആക്ഷേപിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. അപ്പുറത്തെ കടയിൽ എന്തോ കഴിക്കാനായിട്ട്. അവൾ അവിടെ വിഷമിച്ച് നിൽക്കുമ്പോൾ മറ്റേ ആ അവിഹിതക്കാരിനെ കാണും, ആ കാമുകിനെ കാണും. കാമുകി അവിടെ ഒരു സലൂൺ നടത്തുന്നുണ്ട്. ഈ കാമുകി വീത്തേനെ കണ്ടിട്ട് വല്ലാത്തൊരു ചിരി ചിരിച്ചിട്ട് അകത്തോട്ട് കയറിപ്പോവാണ്. വീത്ത വിടില്ല, പിന്നാലെ തന്നെ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഈ ഒരു കാമുകി ഉണ്ടല്ലോ വീത്തയോട് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, അനിയൻ എങ്ങനെയുണ്ട്, നിന്റെ അച്ഛനെ ഞാൻ നല്ല രീതിയിൽ നോക്കിക്കൊള്ളാം, പിന്നെ നിനക്ക് പൈസ എന്തെങ്കിലും വേണമെങ്കിൽ അച്ഛനോട് ചോദിച്ചാൽ മതിയെന്ന്. പക്ഷെ അച്ഛൻ അവളോട് ഭയങ്കര മോശമായിട്ടല്ലേ പെരുമാറുന്നത്. ഇതിന്റെ എല്ലാം പിന്നില് ആരാണെന്ന് വീത്തയ്ക്ക് നന്നായിട്ട് അറിയാം. മറ്റാരും അല്ല, കാമുകി തന്നെയാണ്. വീത്തയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് കാമുകിയുടെ മോന്ത് നോക്കി ഒറ്റ ഇടിയാണ്. അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ തറയെ വാരി വലിച്ചിടുന്നുണ്ട്. അതെല്ലാം അടിച്ച് നശിപ്പിക്കുകയാണ്. ഇതെല്ലാം കണ്ട് പേടിച്ച ഈ ഒരു കാമുകിയാണെങ്കിൽ സലൂണിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ഓടും. ഓടുന്ന സമയത്ത് ഒരു ബൈക്ക് ഓപ്പോസിറ്റ് വരും. അതിടിച്ച് കുറച്ച് ദൂരോട്ട് തെറിച്ച് വീഴാണ്. ഇത് കാണുന്ന നാട്ടുകാരും കൂടും. അതുപോലെ തന്നെ അച്ഛനും അടുത്തോട്ട് ഓടി വരികയാണ്, എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട്. അപ്പോഴായിരിക്കും വീത്ത പുറത്തോട്ടിറങ്ങി വരുന്നത്. ഈ വയ്യാത്ത അവസ്ഥയിലും കാമുകി വീത്തേനെ ചൂണ്ടിക്കാണിച്ചിട്ട് അവളാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയും. അച്ഛന് ദേഷ്യം വന്നിട്ട്, നീ ആരുടെ മോളാടി, നീ ആർക്കുണ്ടായതാടി എന്ന് ചോദിച്ചിട്ട് അവൾ ഒരുപാട് ചീത്ത പറയും. ഇവിടുന്ന് പോവാൻ പറയും. എന്നാൽ വീത്ത പറയും, നിങ്ങൾ എന്റെ ബന്ധം കട്ട് ചെയ്യാൻ പോവാണോ? ഈ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം മോശമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും പുറത്തു തരത്തില്ല എന്ന് പറഞ്ഞിട്ട് വീത്ത അവിടെ നിന്ന് മാറിപ്പോവും. പിന്നീട് വീത്ത വീട്ടിൽ വരുമ്പോൾ ഒരുപാട് വൈകിട്ടുണ്ട്. അമ്മ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇവളുടെ കൈയെല്ലാം മുറിഞ്ഞിരിക്കുകയാണ്. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അമ്മ അവളെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തും. ഇനി നമ്മുടെ ജീവിതത്തിൽ അച്ഛൻ വേണ്ട, അങ്ങനെ ഒരു അച്ഛൻ ഇല്ലാത്തത് തന്നെ നല്ലതെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ അമ്മ ഒരു സ്വർണ്ണക്കടയിൽ വരുന്നുണ്ട്. ഇവർക്ക് ജീവിക്കണമല്ലോ, പൈസ ഇല്ല, അതുകൊണ്ട് തന്നെ സ്വർണം വിൽക്കാൻ വന്നേക്കാണ്. അവിടെ വന്ന് സ്വർണം വിൽക്കാനായിട്ട് കൊടുക്കുമ്പോൾ മറ്റേ ആ ഒരു കാമുകി ഉണ്ടല്ലോ, ആ കാമുകി അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ഇറങ്ങി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എപ്പോഴും ചിരിയാണ് അവരുടെ മുഖത്ത്. പക്ഷെ അമ്മേനെ ആ കാമുകി കണ്ടിട്ടില്ല. അമ്മ പതി ആ കാമുകിയുടെ പിന്നാലെ ഫോളോ ചെയ്ത് ചെല്ലും. അവരറിയാതെ ഫോളോ ചെയ്ത് ചെല്ലും. ഈ കാമുകി ചെല്ലുന്നത് ഒരു ആടൊക്കെ വിൽക്കുന്ന സ്ഥലത്താണ്. അവിടെ ചെന്നിട്ട് ഒരു കറുത്ത ആടിനെ വാങ്ങുന്നുണ്ട്. അമ്മ പിന്നാലെ ഫോളോ ചെയ്ത് വന്ന് അവിടെ നിൽക്കുമ്പോൾ ഈ ഒരു ലേഡി കാണുന്നുണ്ട്. അവരമ്മയോട് ചോദിക്കും, നിങ്ങളുടെ മോൾക്ക് ഈ ഒരു ഒളിഞ്ഞു നോട്ടം വേറെ എങ്ങൊന്നും കിട്ടിയതല്ല, നിങ്ങളുടെ തന്നെ കിട്ടിയതാണെന്ന്. ഇതേക്കുന്ന അമ്മയ്ക്ക് ദേഷ്യം വരും. നിങ്ങൾക്ക് നാണയില്ലേ നാട്ടുകാരുടെ ജീവിതത്തിൽ കയറി ഒളിഞ്ഞു നോക്കാനായിട്ട്? എന്റെ ബിസിനസ് നിങ്ങൾ തകർത്തു, എന്റെ ഹസ്ബൻഡിനെ നിങ്ങൾ തകർത്തു. നിങ്ങൾ എന്റെ ഹസ്ബൻഡിനെ എടുത്തോ, എനിക്ക് വേണ്ട. പക്ഷെ നിങ്ങൾ എന്റെ മോളെ വെറുതെ വിടണം. ഇതിന്റെ എല്ലാം പിന്നിൽ നിങ്ങളാണെന്ന് എനിക്കറിയാം. മോളെങ്കിലും വെറുതെ വിട്ടൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇവർ ആ കറുത്ത ആട്ടിനെയും പിടിച്ച് അവിടെ നിന്ന് പോവാണ്. കറുത്ത ആടിനൊരു പ്രത്യേകതയുണ്ട്, മന്ത്രവാദങ്ങളൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആടാണ്.
അതിനെ പിടിച്ച് ഭയങ്കര തുള്ളിച്ചാടി അവിടെ നടന്നു പോവാണ്. അമ്മയ്ക്ക് മനസ്സിലായി അടുത്ത് എന്തോ പണി കിട്ടാൻ പോവാണ്, അത് വീത്തയ്ക്കുള്ളതാണെന്ന്. വീത്ത അവരുടെ മൂക്കിടിച്ച് പഞ്ചറാക്കിയില്ലായിരുന്നോ, അപ്പൊ അതിന് പ്രതികാരം ചെയ്യാനായിട്ടാണ് ഈ ആടിനെ വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അന്ന് രാത്രി വീത്ത എവിടെ പോയിട്ട് തിരിച്ചു വരുവാണ്. അവളിങ്ങനെ വരുമ്പോൾ ഫ്രണ്ടിലായിട്ട് ഒരു കണ്ണടയുണ്ട്. ആ കണ്ണാടി വഴി നോക്കുമ്പോൾ അവളുടെ പിന്നിലായിട്ട് ഒരു പ്രേതമുണ്ട്. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാനില്ല. ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ കാണാനില്ല. അവൾ ഡൗട്ട് അടിച്ച് അവിടെ നിൽക്കുമ്പോൾ തൊട്ട് ഫ്രണ്ടിലായിട്ട് പ്രേതം വന്ന് അവളെ പേടിപ്പിക്കുകയാണ്. അതുമല്ല പോസ്റ്റിലെ ലൈറ്റ് എല്ലാം ഓഫായി പോകുന്നുണ്ട്. അവൾ ആകെ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകും. അതുപോലെ ഈ പ്രേതം അവൾ എന്തോ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. എന്താ ചെയ്യുന്നതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. പിറ്റേ ദിവസം വീത്ത സ്കൂളിൽ വരുന്നുണ്ട്. അവിടെ എന്തോ ഫിസിക്കൽ ആക്ടിവിറ്റി നടക്കുകയാണ്. സാറ് എന്തൊക്കെ ആക്ടിവിറ്റി പറയുമ്പോൾ അവൾ ശ്രദ്ധിക്കുന്നില്ല. പതിയെ അവിടെ ചെന്ന് പിടിച്ചു നോക്കും. അവൾ ഒറ്റ തിരിയലാണ്, അതും കണ്ണൊക്കെ വെള്ളയായിട്ട്. പക്ഷെ സാർ ഇത് ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അവൾക്ക് ബോധം വന്നിട്ട് അവളുടെ ദേഹം എല്ലാം ഭയങ്കരമായിട്ട് ചൊറിയുന്നുണ്ട്. അതുപോലെ തന്നെ ചൂടും എടുക്കുന്നുണ്ട്. അവൾ തറയിൽ കിടന്ന് പെടയാനായിട്ട് തുടങ്ങും. ബാക്കിയുള്ള കുട്ടികളും സാറന്മാരും എന്താ ചെയ്യാൻ അറിയാൻ പാടില്ലാതെ അവിടെ നിപ്പുണ്ട്. കട്ട് ചെയ്താൽ അയൽക്കാരൻ ഉസ്താദിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഉസ്താദിനോട് കാര്യം പറയും, വീത്തയ്ക്ക് ഇങ്ങനെയാണ് സംഭവം, ഒന്ന് വന്ന് കാണണമെന്ന്. അങ്ങനെ ഉസ്താദ് വീട്ടിൽ വന്നിട്ടുണ്ട്. ഈ നേരം കൊണ്ട് വീത്ത സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നതാണ്. അവളുടെ ദേഹം എല്ലാം നല്ല ചൂടാണ്. അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഉസ്താദിനെ കണ്ട ഉടനെ അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടും. നേരെ ബാത്റൂമിൽ പോയിട്ട് ദേഹത്തെല്ലാം വെള്ളം കോരി ഒഴിക്കുകയാണ്. അത്രയും ചൂട് ദേഹത്തുണ്ട്. ഉസ്താദ് ഒരു മാല കൊണ്ടുവന്ന് അമ്മയുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മാല എടുത്ത് ദേഹത്ത് ഉരയ്ക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ അതുപോലെ ചെയ്യാണ്. അത് ഉരയ്ക്കുന്ന സമയത്ത് വീത്തയ്ക്ക് കുറച്ച് ആശ്വാസം കിട്ടും. ഇപ്പൊ പഴയതുപോലെ ചൂടില്ല. ഇതെല്ലാം ഒരു മന്ത്രവാദമാണ്. ഇവരുടെ മുമ്പിലുള്ള ഒരു മാർഗം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വേറൊരു മാർഗവും ഇല്ല. ഇല്ലെങ്കിൽ വേറെന്തെങ്കിലും ദുർമന്ത്രവാദം എതിരെ ചെയ്യണം. പക്ഷെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ദുഷ്ടശക്തികളെ വിളിച്ചു വരുത്തുന്നത് പോലെയാണ്. രാത്രി ആവുന്ന സമയത്ത് ഉസ്താദും വേറെ കുറെ ആൾക്കാരും അമ്മയും വീത്തയും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയിൽ വീത്തയുടെ കഴുത്തിൽ ആരോ പിടിക്കുന്നത് പോലെ കണ്ണാടി വഴി നമ്മളെ കാണിക്കുമ്പോൾ ഒരു പ്രേതമാണ് ഇവളുടെ കഴുത്തിൽ പിടിച്ചേക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള ആൾക്കാരൊന്നും കാണുന്നില്ല. പെട്ടെന്ന് തന്നെ വീത്തയുടെ ബോധം പോവും. ഈ സമയം വീത്ത ബോധത്തിൽ വേറൊരു സ്ഥലത്ത് നിൽക്കുകയാണ്. രാത്രി ഒരു സ്ഥലത്ത് ഭയങ്കര ഇരുട്ടാണ്. അവൾ അങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രേതം അവളെ മുമ്പിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അതിന്റെ അടുത്തോട്ട് ചെല്ലാണ് ഒരു പേടിയില്ലാതെ അതിന്റെ കയ്യിൽ പിടിക്കാനായിട്ട്. ഈ നേരം എല്ലാം മറ്റേ ആ ഒരു കാമുകിയില്ലേ, അവരാണ് മന്ത്രവാദം ചെയ്യുന്നത് വീത്തയ്ക്കെതിരെ. അതുകൊണ്ടാണ് വീത്തയ്ക്ക് ഇങ്ങനെ ഒരു സംഭവമൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അതുമല്ല, ആ ഒരു കാമുകിയുടെ കൂടെ സ്വന്തം അച്ഛനും ഉണ്ട് കേട്ടോ. അയാളും കൂടെ ചേർന്നിട്ടാണ് മന്ത്രവാദം ചെയ്യുന്നത്. കൈയൊക്കെ പിടിച്ചിരുന്നിട്ടാണ് മന്ത്രവാദം ചെയ്യുന്നത്. ഇപ്പൊ വീത്തേനെ കാണിക്കുകയാണെങ്കിൽ അവള് പ്രേതത്തിന്റെ കൈ പിടിക്കാറായിട്ടുണ്ട്. പുറത്ത് കാണിക്കുകയാണെങ്കിൽ വീത്തയുടെ ബോഡി എന്ത് ചെയ്യുകയാണെന്ന് കാണിക്കുകയാണെങ്കിൽ അവളുടെ ബോഡി അവളുടെ കൺട്രോളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രേതം കയറിയതുപോലെ ഉസ്താദ് ഒരു തുണിയെടുത്ത് അവളുടെ മണ്ടയിൽ ഇട്ടിട്ടുണ്ട്. ആ തുണിയുടെ മണ്ട കൂടെ അവള് രക്തം തൂപ്പും. പ്രേതമാണ് വീത്തയല്ല. എന്നിട്ട് ഇങ്ങനെ ആകാശത്ത് പറന്ന് നടക്കുകയാണ് തലകുത്തനെ. ഉസ്താദ് ഇതെന്താ സംഭവം എന്നറിയാനായിട്ട് അടുത്ത് വന്ന് മന്ത്രം ചൊല്ലും. ഉസ്താദിനെ പിടിച്ച് താഴെ ഇട്ട് കടിച്ചു ഞെരിക്കുകയാണ്. അമ്മ മാത്രമേ പിടിച്ച് മാറ്റാനായിട്ട് ചെല്ലുന്നുള്ളൂ. എന്നാൽ ബാക്കിയുള്ള ഉസ്താദന്മാരൊക്കെ അവിടെ ഇരുന്ന് മന്ത്രവാദം ചെയ്യാണ്. ഇവിടെ ഭയങ്കര രീതിയിലല്ലേ ഓരോ ഇതും ചെയ്യുന്നത്. ഉസ്താദ് ഒരു സൈഡിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കാമുകി ഒരു സൈഡിൽ ചെയ്യുന്നുണ്ട്. കാമുകിയുടെ മൂക്കിൽ നിന്ന് ചോരയൊക്കെ വരുന്നുണ്ട്. അവൾക്ക് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഈ നേരം വീത്ത ഉത്ബോധത്തിൽ നിൽക്കുകയാണ് ആ പ്രേതത്തിന്റെ കൂടെ. പ്രേതത്തിന്റെ അടുത്ത് കൈ കൊടുക്കാനായിട്ട് ചെല്ലുമ്പോൾ പുറത്തുനിന്നൊരു ശബ്ദത്തിൽ അമ്മ വിളിച്ചു പറയും, വേണ്ട, അത് പ്രേതമാണെന്ന്. കാരണം അമ്മ ഇവിടെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ അവൾക്ക് തോന്നിയത്. ഇത് കേൾക്കുന്ന ദേഷ്യം വരുന്ന പ്രേതം അവളുടെ കഴുത്തിന് കയറി പിടിക്കും. അവളുടെ തലയിൽ കയറി പിടിച്ചിട്ട് അവളെ ഉപദ്രവിക്കുകയാണ്. എന്നാൽ ഈ മന്ത്രവാദം ഈ ഒരു ദുആ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ പ്രേതത്തിന് കൂടുതലായിട്ട് വീത്തനെ ഉപദ്രവിക്കാനൊന്നും കഴിഞ്ഞില്ല. വീത്തനെ വെറുതെ വിടും. വീത്ത പെട്ടെന്ന് തന്നെ ബോധത്തിലോട്ട് വരും. അവള് റിയൽ ലൈഫിൽ ബോധത്തിൽ വന്നിട്ടുണ്ട്. അതും വെള്ളത്തുണിയിലൊക്കെ പൊതിഞ്ഞു വെച്ചതാണ് അവളെ. വീത്തയ്ക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ല. വേറെ എന്തൊക്കെയോ പ്രശ്നം നടന്നിട്ടുണ്ട്. അതായത് അച്ഛനും കാമുകിയും മന്ത്രവാദം ചെയ്ത് തോറ്റുപോയി ഉസ്താദിന്റെ എവരുടെ മുമ്പിൽ. പകരമായിട്ട് എന്ത് കൊടുക്കണം? അവര് ഷെയ്ത്താനുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയതല്ലേ. അപ്പൊ ഷെയ്ത്താന് ഇതിന്റെ ഒരു പ്രതിഫലം കൊടുക്കേണ്ടി വരും. പിറ്റേ ദിവസം ഉസ്താദ് വീത്തേനെയും അമ്മേനെയും വിളിച്ചിരുത്തി കാര്യം പറഞ്ഞു കൊടുക്കും. ഇനി പേടിക്കാനൊന്നുമില്ല, ഇത് ചെയ്ത ആൾക്കാർക്ക് തിരിച്ച് മറുപടി കിട്ടിക്കോളൂ എന്ന്. പിന്നീട് വീത്തയും അമ്മയും കൂടെ വീട്ടിൽ ചെല്ലും. അനീൻ അവർക്ക് വേണ്ടി അവിടെ കാത്തു നിപ്പുണ്ടായിരുന്നു. അതും അയൽക്കാരുടെ വീട്ടിലാണ്. അനീൻ അവരെ കാണുമ്പോൾ സന്തോഷമാവും. മൂന്നുപേരും കൂടെ കെട്ടിപ്പിടിച്ച് സന്തോഷപ്പെടുകയാണ്. ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാം തീർന്നില്ലേ. ഉസ്താദ് അങ്ങനെയാണ് പറഞ്ഞത്. ഈ നേരം അച്ഛനെ കാണിക്കുകയാണെങ്കിൽ അച്ഛൻ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യാണ്. ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് അച്ഛന് നല്ല രീതിയിൽ ചൂടെടുക്കുന്നുണ്ട്. കയ്യിലിരിക്കുന്ന ഒരു പേന തറയിൽ പോവും. അതെടുക്കാനായിട്ട് തറയിലോട്ട് കുനിഞ്ഞു പോവാണ്. പെട്ടെന്ന് തന്നെ ഒരു പവർ കട്ട് വരുന്നുണ്ട്. ഇതിപ്പോ ആരാ കറണ്ട് ഓഫാക്കിയെന്ന് അറിയാൻ പാടില്ലാതെ മണ്ടയിലോട്ട് പൊങ്ങി വരും. ആരെയും കാണാനില്ല. വീണ്ടും പേന എടുക്കാനായിട്ട് തറയിലോട്ട് ചെല്ലുമ്പോൾ പേന അങ്ങ് ദൂരെ കിടക്കാണ്. ഇടഞ്ഞഴിഞ്ഞ് പതിയെ പോയ പേന എടുത്ത് തിരിഞ്ഞു പൊങ്ങി നോക്കുമ്പോൾ ഇവർ ഉടമ്പടി ഉണ്ടാക്കിയ ഒരു സാത്താനില്ലേ, അതങ്ങനെ ഫ്രണ്ടിൽ നിപ്പുണ്ട്. ഇത് കണ്ട് അച്ഛൻ ഒരുപാട് പേടിച്ച് നിലവിളിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർ അവിടെ നിപ്പുണ്ട്. അച്ഛന്റെ തോന്നൽ മാത്രമാണ് ഇതെല്ലാം. ഈ അച്ഛൻ ബാക്കിയുള്ള ആൾക്കാരെയൊന്നും കാണാൻ പാടില്ലാതെ ഇരുട്ടത്ത് അങ്ങനെ അലിയാണ് ഷെയ്ത്താനെ കണ്ടിട്ട്. ഈ ഷെയ്ത്താൻ അച്ഛനെ വെറുതെ വിടത്തില്ല. ഇയാൾ ആകെ പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ബാക്കിയുള്ള മനുഷ്യർക്കൊന്നും ഇവിടെ എന്താ സംഭവിച്ചെന്ന് പോലും അറിയാൻ പാടില്ല. അവരെല്ലാം ആകെ വണ്ടടിച്ചിരിക്കുകയാണ്. ഇങ്ങർക്ക് എന്തോ പ്രാന്തായതുപോലെ
പോലെയാണ് ഇറങ്ങിപ്പോയത്. ഇതേ നേരം കാമുകി സലൂണിൽ നിന്ന് വർക്ക് ചെയ്യാണ്. ഒരു പെൺകുട്ടിയുടെ മുടി വെട്ടിക്കൊടുക്കുന്നുണ്ട്. ഈ മുടി ചീവുന്ന സമയത്ത് മുടിയുടെ നീളം തികയുന്നില്ല, അതങ്ങ് അടിയിലോട്ട് കിടക്കുകയാണ്. അത് എത്ര ചീവിയിട്ടും തീരുന്നില്ല. നോക്കുമ്പോൾ അത് ആ സാത്താനാണ്. സാത്താനെ കണ്ട് പേടിച്ച് പിന്നിലോട്ട് മാറും. പക്ഷെ യഥാർത്ഥത്തിൽ കാണിക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെ സാത്താനൊന്നുമില്ല. ഇവരുടെ മനസ്സിൽ സാത്താൻ തോന്നിപ്പിക്കുന്നതാണ്. ഈ ഒരു കാമുകി പേടിച്ച് അവിടെ നിൽക്കുമ്പോൾ സാത്താൻ അടുത്ത് വന്നിട്ട് ഇവരുടെ കവിളില് കത്തി എടുത്ത് കുത്തുകയാണ്. കത്രികയില്ലേ അതെടുത്ത് കുത്തുകയാണ്. പലതവണയായിട്ട് കുത്തുന്നുണ്ട്. പുറത്തു നിന്ന് ആൾക്കാർ നോക്കുമ്പോൾ അവർ സ്വന്തമായിട്ട് കുത്തുന്ന കണക്കാണ് തോന്നുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഷെയ്ത്താൻ കുത്തുന്നതാണ്. വീണ്ടും അച്ഛനെ കാണിക്കുകയാണെങ്കിൽ അച്ഛൻ ഓടി ഒരു സ്റ്റെപ്പിന്റെ അവിടെ വന്നിട്ടുണ്ട്. അതിന്റെ മണ്ടിലോട്ട് ഓടി പോവാണ്. പെട്ടെന്ന് തന്നെ ആ സാത്താൻ വന്ന് ഫ്രണ്ടിൽ നിൽക്കും, പിടിച്ചു തള്ളും. ഇയാൾ പേടിച്ച് തറയിൽ വന്ന് മറിഞ്ഞടിച്ച് വീണ് തലയടിച്ച് അവിടെ തന്നെ മരിച്ചു വീഴാണ്. ഇനിയിപ്പോ മരിച്ചോന്ന് അറിയാൻ പാടില്ല, അല്ലെങ്കിൽ ബോധം നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. കട്ട് ചെയ്താൽ 10 വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത്. വീത്ത ഇപ്പൊ സ്കൂളിലെ ഒരു ടീച്ചറാണ്. അവൾ കൊച്ചു കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ അമ്മേനെ കാണിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് ഇപ്പൊ പ്രായമായിട്ടുണ്ട്. അമ്മ സലൂണാണ് റൺ ചെയ്യുന്നത്. അങ്ങോട്ട് തന്നെ അനിയനും വരും. അനിയൻ ഇപ്പം വലിയൊരു പയ്യനായിട്ടുണ്ട്. ഇന്ന് അവനൊരു മാച്ച് ഉണ്ട്. അമ്മേനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകാൻ നിൽക്കുമ്പോൾ അങ്ങോട്ട് ആ കടയിൽ വർക്ക് ചെയ്തിരുന്ന ആ ഒരു ലേഡി ഇല്ലേ, ആ ലേഡി അവന് പൈസ കൊണ്ടുവന്ന് കൊടുക്കും, അവരുടെ ഒരു സന്തോഷത്തിനായിട്ട്. അവൻ പോയതിനു ശേഷമാണ് വർക്ക് ചെയ്ത സ്റ്റാഫിന്റെ കൂട്ടുകാരിയുടെ പേഴ്സിൽ നിന്ന് അടിച്ചു മാറ്റിയെന്ന് പറയുന്നത്. അങ്ങനെ അവര് തമ്മിൽ ചെറിയൊരു വഴക്കാവുന്നുണ്ട്. ഇവിടെ വർക്ക് ചെയ്യുന്ന ലേഡിമാരുടെ കണ്ണിൽ ഉണ്ണിയാണ് ആ ഒരു പയ്യൻ, അങ്ങനെ വേണമെങ്കിൽ പറയാം. വീണ്ടും വീത്തേനെ കാണിക്കുകയാണെങ്കിൽ വീത്ത എല്ലാവരും സ്കൂളിൽ നിന്ന് പോയതിനു ശേഷം അവിടുത്തെ കമ്പ്യൂട്ടറിൽ അച്ഛന്റെ കാമുകീനെയും അച്ഛനെയും പറ്റി സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അന്ന് നടന്ന ഇൻസിഡന്റിനെ പറ്റി. അതിനുശേഷം അവരെല്ലാം എങ്ങോട്ട് പോയതാണെന്നാണ് നോക്കുന്നത്. അങ്ങനെ ആ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ആ നെറ്റിൽ കണ്ടതുപോലെ ബസ് കയറി ആ ഒരു സ്ഥലത്ത് ചെല്ലും. ഒരു വീടാണ്. ആ വീട്ടിൽ ചെന്ന് വിളിച്ചു നോക്കിയിട്ട് ആരെയും കാണാനില്ല, ആരും വിളി കേൾക്കുന്നതുമില്ല. അവളുടെ കയ്യിൽ അച്ഛന് കൊടുക്കാനായിട്ട് പൊതിയൊക്കെ ഉണ്ട്. അവള് പതിയെ വീട് തുറന്ന് അകത്ത് കയറും. അകത്ത് കയറി നോക്കുമ്പോഴും ആരെയും കാണാനില്ല. അവിടെ തന്നെ ഒരു റൂമുണ്ട്. ആ റൂമിൽ കയറി നോക്കുമ്പോൾ അവളുടെ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. അച്ഛൻ മരിച്ചിട്ടില്ല. പതിയെ അവളുടെ അച്ഛൻ്റെ അടുത്ത് ചെല്ലാണ്. അച്ഛന് കഴിക്കാനായിട്ട് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര നാളായി കണ്ടിട്ട്, എന്നെ ഓർമ്മയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ ഒന്നും ഓർമ്മയില്ല. അച്ഛൻ ആകെ മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. ഇവളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ പതിയെ അച്ഛന്റെ വിരല് അവൾക്ക് കാണിച്ചു കൊടുക്കും. വേറൊന്നുമല്ല, പഴയതുപോലെ പ്രോമിസ് കൊടുക്കത്തില്ലായിരുന്നോ, ആ ഒരു കാര്യം അവൾക്ക് ഓർമ്മ വരും. അച്ഛൻ ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവും. അവൾ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് അച്ഛന് പ്രോമിസ് കൊടുക്കുകയാണ്. ആ ഒരു വിരല് ഞെക്കിയില്ലായിരുന്നോ അതുപോലെ തന്നെ. പിന്നെ അവള് കൊണ്ടുവന്നേക്കുന്ന ഫുഡ് വേറൊന്നുമല്ല, അച്ഛന് കഴിക്കാനായിട്ട് അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു മീൻകറിയാണ്. ഇയാളിപ്പം വല്ലാത്തൊരു അവസ്ഥയിലാണ്. എണീറ്റ് നടക്കാനൊന്നും കഴിയത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അച്ഛനെ കണ്ടു കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി പോകാൻ നിൽക്കുമ്പോൾ അങ്ങോട്ട് ആ ഒരു കാമുകി വരും. കാമുകിയാണ് ഇപ്പൊ അച്ഛനെ നോക്കുന്നത്. വീത്ത വേറൊന്നും പറയുന്നില്ല. കാമുകിയോട് എന്റെ അച്ഛനെ നല്ല രീതിയിൽ നോക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അവരുടെ മുഖത്ത് ആ പാടുകളൊക്കെ ഉണ്ട്. അന്ന് കത്രിക വെച്ച് കുത്തി ഇറക്കിയില്ലേ, ആ ഒരു പാടുകളാണ്. ഇപ്പൊ ഒരു മന്ത്രവാദം ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഒരു വട്ടം മന്ത്രവാദം ചെയ്ത് സൈത്താനുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി പണി കിട്ടിയതല്ലേ, ഇനി പണി വാങ്ങാൻ വയ്യായിരിക്കും. വീത്തേനെയും അമ്മേനെയും അനിയനെയും കൊല്ലാൻ നോക്കിയിട്ട് നടന്നില്ല. ഇവരതിനെ തിരിച്ച് മന്ത്രവാദം ചെയ്ത് പോരാടി നിന്നു. അതുകൊണ്ടാണ് ഇപ്പം അച്ഛനും കാമുകിയും ഇങ്ങനൊരു ഗതി വന്നത്. എല്ലാവരും ഇങ്ങനെ വരത്തില്ലായിരുന്നു. എന്തായാലും വീത്തയ്ക്കൊക്കെ ഭാഗ്യമുള്ളത് കൊണ്ട് തന്നെ അവർ രക്ഷപ്പെട്ടു. വീത്ത പോയതിനു ശേഷം കാമുകി വന്ന് നോക്കുമ്പോൾ അച്ഛൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡാണ് വീത്ത കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും വീത്ത വീട്ടിന്റെ പുറത്തിറങ്ങി നടന്നു പോകുന്നതായിട്ട് കാണിച്ചുകൊണ്ട് 2025 ഇറങ്ങിയ ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ പറയൂ. ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അത് കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കേ ബൈ.